പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന് തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രാഹുൽ ഗാന്ധി കുപ്രസിദ്ധ യൂട്യൂബർ ജ്യോതി മൽഹോത്രയ്ക്കൊപ്പം എന്ന് എഴുതിയ ക്യാപ്ഷനോടെയാണ് ചിത്രം പ്രചരിച്ചത്. തുടർന്ന് വലതുപക്ഷ ഹാൻഡിലുകൾ ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ 2017-18 കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാവും ഇന്ന് BJPയുടെ റായ്ബറേലി MLAയുമായ അദിതി സിംഗ് രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ചിത്രമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതെന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ബോധ്യപ്പെടും. അദിതി സിംഗിനോടൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രം അന്ന് നിരവധി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൗതുകമെന്തെന്നാൽ ജ്യോതി മൽഹോത്ര തന്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അദിതി സിംഗിനൊപ്പമുള്ള രാഹുലിന്റെ ഫോട്ടോ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. 2017 അദിതി സിംഗ് ഇതേ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. നിരവധി വസ്തുതാന്വേഷണ പോർട്ടലുകൾ ഫോട്ടോ പരിശോധിച്ച് ഇത് വ്യാജമായി നിർമ്മിച്ചതാണെന്ന നിഗമനത്തിലെത്തി. ഹരിയാന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് അന്വേഷണം നേരിടുകയാണ്. അന്വേഷണത്തിനിടെ പതിവ് വിദേശയാത്രകൾ, പാകിസ്ഥാനിലെ ബ്ലോഗുകൾ, പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായുള്ള ഇടപെടലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ജ്യോതി മൽഹോത്ര എന്ന പ്രശസ്ത യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇവർ പാകിസ്ഥാനിലേക്ക് ഒന്നിലേറെ തവണ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിയാന സ്വദേശിയാണ് ജ്യോതി മൽഹോത്ര. ട്രാവൽ വിത്ത് ജോ എന്നതാണ് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. 3.77 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരാണ് ഈ ചാനലിനുള്ളത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വലിയൊരു ആരാധക വൃന്ദമുള്ളതിനാൽ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്നും യൂട്യൂബ് വീഡിയോകളിൽ നിന്നും വലിയൊരു തുകയാണ് വരുമാനമായി ജ്യോതി മൽഹോത്രയ്ക്ക് ലഭിക്കുന്നത്. ഒരു ട്രാവൽ ബ്ലോഗർ എന്ന നിലയിൽ അവരുടെ ജോലി സ്ഥിരമായ വരുമാനം നൽകിയിരുന്നുവെങ്കിലും അറസ്റ്റ് അവരുടെ വരുമാനത്തെ ബാധിച്ചേക്കാം. ഇൻസ്റ്റഗ്രാമിൽ 1.31 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള അവരുടെ വരുമാന സ്രോതസ് പ്രധാനമായും വീഡിയോകൾ തന്നെയായിരുന്നു. യൂട്യൂബ് പരസ്യങ്ങളിലൂടെയും അവർ ഗണ്യമായ തുക സമ്പാദിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പ്രശസ്തിയും ജനപ്രീതിയുമുള്ള ട്രാവൽ ബ്ലോഗർ ആയതിനാൽ തന്നെ സ്പോൺസർഷിപ്പുകളിലൂടെയും ബ്രാൻഡ് ഡീലുകളിലൂടെയും അവർ പണം സമ്പാദിച്ചു. ട്രാവൽ ബ്ലോഗർമാർക്ക് പലപ്പോഴും യാത്രാ ഉപകരണങ്ങൾ, ഹോട്ടൽ താമസങ്ങൾ, എയർലൈൻ ടിക്കറ്റുകൾ, യാത്രാ ആപ്പുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ബ്രാൻഡുകളിൽ നിന്ന് സ്പോൺസർഷിപ്പുകൾ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ അവരുടെ വരുമാനത്തിന്റെ 50% ലാഭിക്കാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ അവരുടെ സമ്പാദ്യം 27 ലക്ഷം രൂപയോളം വരാം. അതേസമയം ഒരു ട്രാവൽ ബ്ലോഗ് നടത്തുന്നത് ചെറിയ കാര്യമല്ല. യാത്രാ ചിലവുകൾ, ഉപകരണങ്ങൾ വാങ്ങൽ, വീഡിയോ എഡിറ്റിംഗ്, പ്രൊമോഷണൽ ശ്രമങ്ങൾ എന്നിങ്ങനെയുള്ള ഗണ്യമായ ചിലവുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ചിലവ്, സാധ്യമായ നിക്ഷേപങ്ങൾ, ജീവിതശൈലി എന്നിവ കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആസ്തി 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായതോടെ അവരുടെ ആസ്തിയിൽ വലിയ ഇടിവ് സംഭവിക്കാനാണ് സാധ്യത. ജ്യോതി മൽഹോത്രയുടെ എല്ലാ ബ്രാൻഡ് ഡീലുകളും എൻഡോഴ്സ്മെന്റുകളും റദ്ദാക്കപ്പെടും. യൂട്യൂബ് മോണിറ്റൈസേഷൻ നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. ജ്യോതി മൽഹോത്രയെ മെയ് 17 ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി ചെയ്തു എന്ന് ഇവർ സമ്മതിച്ചതായാണ് പോലീസ് പറയുന്നത്. അതേസമയം കുടുംബം ഇതെല്ലാം നിഷേധിച്ചിട്ടുമുണ്ട്.